പാവം ചേച്ചി എപ്പോഴും തിരക്ക. അങ്ങനെയുള്ള ജോലിയല്ലേ. തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചതും കുറ്റം അച്ഛന്റെ തലയിലേക്ക് വന്നതും നിവർത്തിയില്ലാതെ നാട് വിട്ട് ഇങ്ങോട്ട് വന്നതൊക്കെ ചേച്ചി അറിഞ്ഞ ഉടനെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോവും. തമ്പുരാട്ടിക്ക് ചേച്ചിന്ന് പറഞ്ഞ ജീവനാ. മരിച്ചൂന്ന് അറിയിക്കാൻ പോലും പറ്റിയില്ല. ചേച്ചി എല്ലാം അറിയിച്ച് ചേച്ചി വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിയാം അമ്മേ. അല്ലാതെ എന്ത് ചെയ്യാനാ? അമ്മ വാ, മാർക്കറ്റിൽ പോയി നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനം വാങ്ങാം. അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നിയാലോ. അമ്മ വാ. അപ്പൊ നാട്ടില് വലിയ പ്രശ്നം ഉണ്ടാക്കി അവിടെ നിൽക്കാൻ പറ്റാതെ ഇവിടെ വന്നതാ. ഒരു കാരണവശാലും എന്നെ നിങ്ങൾ കാണാൻ പോകുന്നില്ല. എന്റെ ജീവിതവും എന്റെ സ്വപ്നവും വേറെയാ. അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഒന്നും. സഞ്ചി കാണിക്ക്. സഞ്ചി കാണിക്കാം. ആദ്യം 1 കിലോ ആവട്ടെ. ആയല്ലോ. ആയില്ലല്ലോ. ഇതിപ്പോ കൂടുതലുണ്ടല്ലോ. അത് സാരമില്ല. 2 തക്കാളി കൂടുതൽ തന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. ഇതിലേക്കിട്ടോ. 1 കിലോ വെണ്ടയ്ക്ക കൂടി. അല്ല, ഇതിപ്പോ കിലോക്ക് എന്താ വില? കിലോക്ക് 35 രൂപ. 35 രൂപയോ? കഴിഞ്ഞ ആഴ്ച 33 ആയിരുന്നല്ലോ. ഞാനല്ലേ ഇത് കൂട്ടുന്നേ. ആര് കൂട്ടിയാലും 35 കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? 35 തന്നെ എടുത്തോട്ടാ. വില പേശാനൊന്നും നിക്കണ്ട. ചേട്ടൻ 35 തന്നെ എടുത്തോ. സാറിന്റെ വീട്ടിലേക്കായിരുന്നോ? അതെ. എടുക്കാൻ വരട്ടെ. 1 മിനിറ്റ്. അതെ, പുള്ളി പറയുന്ന വിലക്ക് സാധനം വാങ്ങാൻ തന്റെ കയ്യിൽ പൈസയുണ്ടോ? ഉണ്ട്. അതല്ലേ ആ വിലക്ക് എടുക്കാൻ പറഞ്ഞത്. കൂടുതൽ പൈസ ഉണ്ടെങ്കിലേ അത് ഇങ്ങോട്ട് തന്നേരെ. സാറ് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എല്ലാം ചേട്ടൻ പറയുന്ന വില തന്നെ. സാറോ? എവിടുത്തെ സാറ്? അപ്പൊ ഈ സാറുകളി എല്ലാവരുടെയും മുമ്പിലും ഉണ്ടല്ലേ? സഞ്ചിയും കാണിക്ക്. സഞ്ചിയൊക്കെ കാണിക്കാം. അത് പക്ഷേ ഈ സാറ് പറഞ്ഞ വില ഞാൻ തരില്ല. ഈ മാഡം പറഞ്ഞ വിലക്കാണെങ്കിൽ ഓക്കെ. ഈ നിസ്സാരം 2 രൂപയ്ക്കൊക്കെ താൻ എന്തിനാ തർക്കിക്കുന്നത്? കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ തനിക്ക് അറിയാത്തതുകൊണ്ടാ. എന്ത് കഷ്ടപ്പെട്ട ഇതൊക്കെ കൃഷി ചെയ്തെടുക്കുന്നതെന്ന് അറിയോ? സാറിപ്പൊ പറഞ്ഞ നിസ്സാരം 2 രൂപയുണ്ടല്ലോ, ഈ കടയിൽ നിന്ന് ഒരു 5 സാധനം വാങ്ങിയ 10 രൂപയായി. ആ 10 രൂപയ്ക്ക് ഒരു നാരങ്ങ വെള്ളം കിട്ടും. അപ്പോ ആർക്കൊക്കെ ഗുണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കടയിലെ സാധനം വിറ്റുപോയ ചേട്ടന് ഗുണമുണ്ടായി. 2 രൂപ വിറ്റ ഗുണം എനിക്ക്. ആ പൈസ കൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കുമ്പോ അതിന്റെ ഗുണം ആ കടയിലെ ചേട്ടന്. ഇപ്പൊ മനസ്സിലായോ? ഇത് മാത്രമല്ല, വില പേശി വാങ്ങിയാലേ കഴിക്കാൻ രുചിയും കൂടും. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാ. അപ്പൊ ചേട്ടാ 33 എടുത്തോ. എന്തെങ്കിലും കാണിക്കും. ഹലോ ചന്ദ്രാമേ. അവരെ കണ്ടോ സർ? കണ്ടു. വെജിറ്റബിൾ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ടു വന്നേക്കാം. ശരി എന്നാ. ശരി. ചേട്ടാ ഇതും കൂടി. എടുത്തോ. അപ്പൊ എല്ലാം കൂടെ 327 രൂപ.
ദാ ആ ഇത് 20 രൂപയല്ലേ ഉള്ളൂ, ബാക്കിയോ? 3 രൂപ ചില്ലറ ഇല്ലാത്തോണ്ടാ. ഓ അങ്ങനെയാണോ? എങ്കിൽ സാരമില്ല. ആ ഇപ്പൊ ഓക്കെ. മഹിസാറെ, ആ മത്തങ്ങ കൂടി എടുത്തോ. ചേട്ടാ ദാ ഇത് വെച്ചോ. ആ, അവിടെ വന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ പോയോ? പോയല്ലോ, അത് കഴിഞ്ഞാ ഞാൻ ഇറങ്ങിയത്. തന്നെ തിരക്കിയായിരുന്നു നരേന്ദ്രൻ. താനുണ്ടാക്കി തന്ന ആ സ്പെഷ്യൽ ഐറ്റം നന്നായിരുന്നു എന്ന് പറയാൻ. അല്ല, തന്നോട് ആരാ പറഞ്ഞേ ഞങ്ങളുടെ പുറകെ വരാൻ? ചന്ദ്രാമ ഒരു സമാധാനം തരാതെ പറഞ്ഞു വിട്ടതാ. ചെക്കിംഗ് ആണല്ലോ. ആ പൊയ്ക്കോ. വെറുതെ ആ ഗ്ലാസ് ഒന്ന് നിർത്തിക്കേ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് സാറിൻ്റെ അടുത്തേക്കല്ലേ. ഓക്കെ സാർ. ഞാനിപ്പോ വരാം. സാർ, ആ ഇതാര് മഹേഷോ? സാർ. അല്ല ഇതെന്താ RC ബുക്കോ? അല്ല, ആ സാർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ അത് ആളറിയാതെ പറഞ്ഞതാ. പുതിയ പോസ്റ്റിംഗാ. രമ മാഡത്തിന്റെ മകനാ ഇത്. എന്താ വേണ്ടത്? മാസ്ക് വേണമായിരുന്നു. മഹേഷ് എന്നാ പൊയ്ക്കോ. താങ്ക് യു സാർ. ആ അമ്മ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കണേ. ആ പറയാം സാർ. മഹേഷ്, മറ്റൊരു കാര്യം പറയാനാ ഞാൻ പുറകെ വന്നത്. ഞാനൊരു ട്രാൻസ്ഫറിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞിരുന്നു. അതൊന്ന് ശരിയാക്കാൻ പറയണേ. പറഞ്ഞേക്കാം സാർ. ആ ഈശ്വര, എന്റെ അമ്മ. വീട്ടിലുള്ളവരാണ് സാർ.
രമേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ആ നരേന്ദ്രനെ എന്തിനാ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത്? ഈ വീട്ടിൽ കയറി വന്ന് ഇവിടെയുള്ളവരെയൊക്കെ പരിഹസിക്കുന്ന വർത്തമാനം പറയാനും ഇവിടെ ഉള്ളവരെ ചെറുതായി കാണാനുള്ള അവസരം നീയായിട്ട് എന്തിനാ ഉണ്ടാക്കി കൊടുക്കുന്നത്? നിനക്കൊറ്റയ്ക്ക് ബിസിനസ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും അറിയാലോ. പിന്നെ അവനെ പോലുള്ള ഒരുത്തന്റെ സഹായം വേണോ നിനക്ക്? എന്റെ കാര്യങ്ങളിലും എന്റെ തീരുമാനങ്ങളിലും മറ്റൊരാൾ ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാന്ന് അറിയാലോ. ഞാൻ ആരോടൊപ്പം ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. തൽക്കാലത്തേക്ക് നരേനെ ഒഴിവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ ഇളയ മകനേക്കാളും ഭർത്താവിനേക്കാളും നരേനെ കൊണ്ട് എനിക്ക് ഗുണമേ ഉള്ളൂ. ഓക്കെ മഹേഷ്, രമ മാഡത്തിനോട് പറഞ്ഞേക്കണേ. ശരി സാർ. അയാളിത് എവിടെ ഇറങ്ങിപ്പോയി? താൻ ഇതിനിടയ്ക്ക് ഇറങ്ങി അവിടെ പോയതാ? ഞാൻ ദേ കടവരൊന്ന് പോയതാ. എന്തിന്? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? അല്ല, അഥവാ അങ്ങനെ പോണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിന് താൻ ആ പോലീസുകാരനോട് സംസാരിക്കുമല്ലായിരുന്നോ? ഞാൻ അതിനിടയ്ക്ക് ഇടിച്ചു കയറി സംസാരിക്കാൻ പറഞ്ഞോ? താൻ കൂടുതൽ ആലോചിക്കാതെ വണ്ടി എടുക്ക്. ഇനിയെങ്കിലും ഇവിടുന്ന് പോ. അങ്ങനെ തന്റെ ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ലെങ്കിലോ? എന്തെങ്കിലും കാണിച്ചിട്ട് ഓർഡർ ഇടുന്നോ? തന്നോട് ഞാൻ പറഞ്ഞോ ഞാനും അമ്മ മാർക്കറ്റിൽ പോകുന്നതിന്റെ പുറകെ വരാൻ? താനല്ലേ വലിയ കാര്യത്തിൽ വന്നത്. ഞങ്ങളങ്ങ് വരുമായിരുന്നല്ലോ. ഒരു ഡ്രൈവറോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്കറിയാം. ഓർഡർ എങ്കിൽ ഓർഡർ. അങ്ങനെ തന്നെ താൻ കരുതിക്കോ. താൻ വണ്ടി എടുക്കടോ. താങ്ക്സ്. എന്തിന്? ആദ്യം താൻ കൈതാടോ. അതാലോചിക്കാം. താനിപ്പോ എന്നോട് പറയേണ്ടത് താങ്ക്സ് അല്ല, സോറിയാ. അത്രയും നേരം താൻ എന്നെ വിളിച്ചു വരി പറഞ്ഞില്ലേ? ഞാൻ താങ്ക്സ് പറഞ്ഞത് വേറൊരു കാര്യത്തിന്. സോറി ഒന്നും പറയാൻ എന്നെ കിട്ടില്ല. ഹോ, തനിക്ക് കൈ തരാൻ പറ്റോ ഇല്ലയോ? ഇനി ഞാൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഷേക്കാനല്ല എനിക്ക് വേണ്ടത്. തന്നേക്കാം. നീ എവിടെ നിന്ന് നിന്നേ? നീ എവിടെ പോയതായിരുന്നു? ഞാനും അമ്മയും കൂടി മാർക്കറ്റിലേക്ക് പോയതാ. തോന്നിയതുപോലെ ഇവിടുന്ന് ഇറങ്ങി പോവാനും തിരിച്ചു വരാനും ഇത് സത്രമല്ല, എന്റെ വീടാ. ഈ പറയാതെയുള്ള പോക്കുവരവ് ഇതോടെ നിർത്തിക്കോണം. ഞാൻ പറഞ്ഞല്ലോ,
എന്നോട് പറഞ്ഞിട്ടാ? ഞാൻ ചന്ദ്രലേഖയോടല്ല സംസാരിക്കുന്നത്, ഞാൻ ഇവളോടെ സംസാരിക്കുന്നത്. മാർക്കറ്റിൽ പോകാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അതിന് നിങ്ങളൊന്നും മെനക്കെടാൻ നിൽക്കണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോഴേ ചന്ദ്രമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. അപ്പോഴേ ചന്ദ്രമ്മ പറഞ്ഞത് എന്നോട് പോണ്ടാന്ന്. എന്നും വൈകുന്നേരം ഓർഗാനിക് ഫ്രൂട്ട്സ് ആണല്ലോ മാഡം കഴിക്കാറ്. അപ്പൊ ഇന്നത് ഇല്ലാന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ പോയത്. മാഡത്തിന്റെ ശീലങ്ങളൊന്നും മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിത്ര തെറ്റാവൂന്ന് വിചാരിച്ചില്ല. എടി കള്ളി, മാഡം എന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. ശരി. ചേട്ടാ, എത്ര ഈസി ആയിട്ട് അവളെ അമ്മയെ ഹാൻഡിൽ ചെയ്തത്. വിളഞ്ഞ വിത്ത് തന്നെ. ഹലോ സതീശ, ശിവ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനാ ഞാൻ വിളിച്ചത്. എവിടെ തന്നെ ആയാലും നീ അവിടെ തന്നെ സുരക്ഷിതമായിട്ട് ഇരിക്കേ. ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരരുത്. നാട്ടുകാരുടെ ദേഷ്യം ഇനിയും അടങ്ങിയിട്ടില്ല. അവരുടെ കൈ കിട്ടി അവര് നിങ്ങളെ കൊല്ലുമെന്ന് ഉറപ്പാ. തമ്പുരാനും തമ്പുരാട്ടിയും നീ കാരണമാ മരിച്ചതെന്നാ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. സത്യമായി എനിക്കതിലൊരു പങ്കുമില്ലടാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ, അത് നീ പറയാതെ തന്നെ എനിക്കറിയാം. എന്നായാലും സത്യം പുറത്തു വരുമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നാ മതി. പിന്നെ ഈ പ്രശ്നം മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്. എന്താ? തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്നിട്ട് നീ മണിമാലയും കൊണ്ട് കടന്നു കളഞ്ഞോന്നാ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അയ്യോ, നീ മണിമാല എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്ക്. അപ്പ തന്നെ പകുതി പ്രശ്നം തീരും. ദേവിയുടെ ശാപം കൂടി വരുത്തി വെക്കണ്ട. ദേവിയുടെ മണിമാല ഞാൻ മോഷിക്കേ? ഓ, എന്തൊക്കെയാ സതീശ നീ പറയുന്നേ? ഞാനത് കണ്ടിട്ടില്ല, സത്യം. ദേവിയാണ്, ഞാനത് എടുത്തിട്ടില്ല. പിന്നെ മാല എവിടെ? എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. നീ തൽക്കാലം ഫോൺ വെക്ക്. ഞാനേ ഒന്ന് അന്വേഷിക്കട്ടെ. ഇനി നിന്നോട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്റെ കാര്യം പോക്കാം. എടോ, എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. ശരി. ഓ, ചന്ദ്രാമ ഒറ്റയ്ക്കുള്ളോ? അസിസ്റ്റന്റോടെ പോയി? ജോലിയൊക്കെ കഴിഞ്ഞു. ഞാൻ അവളോട് പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ കരുതി ഇന്നെല്ലാം പൊളിയൊന്ന് അമ്മയുടെ മുന്നിൽ വെച്ചേ. പക്ഷെ അവള് തന്ത്രപരമായിട്ട് അമ്മയെ കയ്യിലെടുത്തു. സാറൊന്ന് സൂക്ഷിച്ചോ. നീക്കും പോക്കും ഇല്ലാത്ത കുട്ടിയാ. എപ്പോഴാ എന്താ പറയുന്നതെന്ന് അവക്ക് തന്നെ അറിയില്ല. അല്ല, അവരോട് എത്ര നാൾ കാണും? അറിയില്ല. ചിന്നുന്റെ ചേച്ചിയെ തിരക്കാ അവരെ ഈ നാട്ടിലേക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോ അവള് താമസം മാറിപ്പോയി. ഇപ്പൊ എവിടെയാന്ന് അറിയില്ല. വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. അറിഞ്ഞൂടാത്ത നാടല്ലേ, അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അത് നന്നായി. അവളുടെ ചേച്ചിയെ കണ്ടെത്തുന്നവരെ ഇവിടെ നിൽക്കാലോ. എന്താ അവളെ പറ്റി ഒരു അന്വേഷണമൊക്കെ? വേറൊന്നുമില്ല ചന്ദ്രാമേ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി അന്വേഷിച്ചെന്നുള്ളൂ. എന്ത് കാര്യം? അല്ല, വേറെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അവര് പറഞ്ഞോ? വേറെന്ത് പ്രശ്ന? അല്ല, അതെന്താ അങ്ങനെ തോന്നിയേ? എന്റെ ഒരു സംശയം മാത്ര. ഇന്ന് ആ നരേന്ദ്രനെ കണ്ടപ്പോ
ചിന്നു വല്ലാതെ ഭയപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. നരേന്ദ്രൻ വന്നപ്പോഴുള്ള ആ വെപ്രാളവും പരവേശവും ആരോടും പറയാതെയുള്ള പുറത്തുപോക്കൊക്കെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയെന്നുള്ളൂ.